അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ ഒരുങ്ങി സെറ്റായി എങ്ങോട്ടായി പോകുന്നതെന്ന്. അപ്പം ഞങ്ങളുടെ കൂടെയുള്ള പൂർണിമയുടെ ബർത്ത്ഡേ ആണെന്ന്. അപ്പം നമ്മൾ അതിന് പോവാണ്. വരൂ, നമുക്ക് പോയിട്ട് വരാം. ഗൈസ്, അപ്പം ബർത്ത്ഡേക്ക് എൻ്റെ വക പൂർണിമയ്ക്ക് ഒരു മോതിരം. അപ്പം നമ്മളിപ്പോൾ ഇവിടെ വന്നത് ഇവിടെ മുഹൈലിൽ തന്നെയുള്ള ഏറ്റവും ടോപ്പ് പ്ലേസിലുള്ള ഇവിടെ ഒരു മലയുണ്ട്. അപ്പോൾ അവിടെയാണ് വന്നത്. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിവിടെ വന്നു എല്ലാവരും. ഇപ്പം നമ്മൾ കുറച്ച് പേര് മാത്രമേ വന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ പുറകിന്. അങ്ങനെ നമ്മൾ നേരത്തെ വന്നു കുറച്ച് പേര്, ബാക്കിയുള്ളവർക്ക് അതിന് പുറകിന് വരും. അങ്ങനെ അവിടെ ഇരുന്നിരുന്നത് പുഷ്പ അവിടെ നിന്ന് മാറിയിരുന്ന് സംസാരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന് ബോറടിച്ചപ്പോൾ ഇടയ്ക്ക് അതിൻ്റെ മണ്ടയ്ക്കൊന്ന് വലിഞ്ഞു കയറുന്നതാണ് ഇത് കാണുന്നത്. പെട്ടെന്ന് തന്നെ അവരെന്തൊക്കെയോ പറഞ്ഞ് പേടിപ്പിച്ച് വലിച്ച് താഴെ ഇറക്കി. ഈ പന്നിയുടെ ഫോട്ടോ എടുത്തിട്ട് അവർക്ക് ഇനി മതിയായില്ലത്. അവൾ ആൾക്കാരെ വെച്ച് മാറ്റി മാറ്റി എടുത്തോണ്ടിരിക്കുന്നു. ഗൈസ്, നമ്മളവിടെ പൂർണിമയ്ക്ക് മേടിച്ച ഗിഫ്റ്റ് അവിടെ വെച്ച് മറന്നുപോയി. ഇപ്പം നമ്മളത് തിരിച്ചെടുക്കാൻ അങ്ങോട്ട് നോക്കാൻ അവിടെ ഉണ്ടോ ഇല്ലയോ ദൈവത്തിനറിയാം. അങ്ങനെ നമ്മുടെ കാണാതെ പോയ ഗിഫ്റ്റ് തിരിച്ചു കിട്ടിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ അവരെ വെയിറ്റ് ചെയ്തിരുന്ന് അവർ വന്നു. അപ്പോൾ നമ്മൾ അവരെ നോക്കി പോവാം. അങ്ങനെ ഇതേ പൊക്കോണ്ടിരുന്നപ്പോൾ ഈ ചാടുന്ന സാധനത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാനത് അന്നുവിനോട് പറയുമായിരുന്നു. പണ്ട് ഞങ്ങൾ നാട്ടിൽ വെച്ച് ഇതിങ്ങനെ ചെങ്ങന്നൂർ പ്രാവശ്യം വന്നപ്പോൾ നദാൻ ഇതേ കയറി വീണുകൊണ്ടേ ഇരുന്ന കാര്യം പറയുമായിരുന്നു. അങ്ങനെ അവർ വന്നു കഴിഞ്ഞപ്പോൾ അവരപ്പുറത്തുള്ള മലയിലാണ് വന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തൊട്ടടുത്താണ്, അപ്പുറത്തെ സൈഡിലാണ്. പക്ഷെ നമ്മൾ കുറച്ച് നടക്കണം അങ്ങോട്ട്. അപ്പം നമ്മൾ നടന്നു പോവാണ്. അങ്ങനെ ദേ നമ്മൾ നടന്ന് അവരൊക്കെയുള്ള സ്ഥലത്ത് വന്നു. അപ്പോൾ നമുക്ക് അവരെ കിടപ്പോൾ സന്തോഷമായി. അങ്ങനെ ദേ അവരവിടെ പൂർണിമയ്ക്കുള്ള സർപ്രൈസ് റെഡിയാക്കി കൊണ്ടിരിക്കുക. അധികം വലിയ സർപ്രൈസ് ഒന്നുമില്ല, ജസ്റ്റ് അവളെയും കൊണ്ടൊന്ന് കേക്ക് മുറിപ്പിക്കുക, അത്രയൊക്കെ ഉള്ളൂ. ഈ സാധനമൊക്കെ പിടിച്ചോണ്ട് പൂർണ്ണിമയുടെ ചേച്ചി ഒരു ഫോട്ടോ എല്ലാരും വായിനും പോയി. കൊടുക്കറേ എനിക്ക് പൂർണ്ണിത തരണം. അതാ ഞാൻ പറഞ്ഞേ, പൂർണ്ണി തന്നിട്ടാ ജനിച്ചു തന്നാ മതി. ഞാൻ അവർക്കേ ഫസ്റ്റ് കൊടുത്തു പോവാ. Thank you so much. ഫോട്ടോ എടുക്കണോണ്ട് പന്നി ഒറ്റയ്ക്ക് നിന്ന് കേക്ക് തിന്നു. ഇയാൾ പുതിയതായിട്ടായിരിക്കും നമ്മുടെ വീഡിയോയിൽ വരുന്നത്. ശാലിനി ചേച്ചി നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്.
അപ്പോൾ നമ്മൾ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞ് നമ്മളിനി ഓരോരുത്തരായിട്ട് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പൂർണ്ണിമതേ ഗിഫ്റ്റൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മധു കൊടുത്തു, പുഷ്പ കൊടുത്തു, അടുത്തതിന് ഇപ്പോൾ ആനന്ദി കൊടുക്കും. ആനന്ദിതയെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് പൂർണ്ണിമയ്ക്ക് ശരിക്കും ഒന്ന് കരയണമെന്നുണ്ട്. പക്ഷേങ്കിൽ ഇപ്പോൾ അവൾ കരയുന്നില്ല, കരച്ചിൽ പിടിച്ച് നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സഹന ചേച്ചി കൊടുത്തു. ഓരോരുത്തരായിട്ട് അവരവരുടേതായിട്ടുള്ള പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ജെൻസ് ഇതേ ഗിഫ്റ്റ് കൊടുക്കുകയെന്ന് പറഞ്ഞ് എൻ്റെ കവർ അടിച്ചു മാറ്റി ഇതേ ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവസാനമാണ് ഞാൻ കൊടുക്കുന്നത്. ഞാനും ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതേ പൂർണ്ണിമയുടേതായിട്ടുള്ള കുറച്ച് പ്രസംഗം പൂർണ്ണിമ ശരിക്കും ഫീലായി. അവൾക്ക് ശരിക്കും സങ്കടം വന്നു. പൂർണ്ണിമ കരയുവാണ്. അവൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല ഇങ്ങനെ അവൾക്ക് ശരിക്കും പൂർണ്ണിമ ഫീലായി. അവളിതേ കരഞ്ഞു. നമ്മളെല്ലാം അവിടെ അപ്പോൾ അവളെ ചില്ലാക്കാൻ പോവാണ്. ഇനി കുറച്ച് നേരം കുറച്ച് റീലൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞത് നമ്മൾ അവിടെ തന്നെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി അവിടെ തന്നെ തറയിലിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ തറയിലിരുന്ന് നമ്മൾ മറ്റേ അതൊക്കെ വിരിച്ചിട്ട് തറയിലിരുന്ന് കഴിച്ചിട്ടൊക്കെ ഇനി റൂമിൽ പോകാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ബാക്കിയുള്ളവർക്ക് കുറച്ച് പേർക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഇനി നേരിട്ട് കഴിച്ചിട്ടൊക്കെ പോയി റൂമിൽ ചെന്നിട്ട് ഡ്രസ്സ് മാറി ഡ്യൂട്ടിക്ക്. അപ്പോൾ ദേ കഴിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക് കഴിച്ച് പുഷ്പതേ സ്വന്തം ചുണ്ടൊക്കെ കയറി കടിച്ചു മുറിച്ചു. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക് ഇവിടെ നിന്നറിയില്ല കുറേ പൂച്ചകൾ വന്നു. അപ്പോൾ അതെല്ലാം വന്ന് ശാലിനി ചേച്ചിയുടെ ബാക്കിൽ നിൽക്കുമായിരുന്നു. ബാക്കിൽ നിന്ന് ശാലിനി ചേച്ചി അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കൊടുക്കുമായിരുന്നു. അതിന് ഞങ്ങൾ കളിയാക്കുമായിരുന്നു, പൂച്ച കഴിച്ച് വേറെ എങ്ങും കയറി കടിക്കരുതെന്നും പറഞ്ഞു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിച്ച വേസ്റ്റ് നമ്മൾ തന്നെ അവിടെ നിന്ന് എടുത്തു, എല്ലാം ഡസ്റ്റ്ബിന്നിൽ കൊണ്ട് ഡംപ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മളിനി പോകാനുള്ള ധൃതിയിലാണ്. ബിക്കോസ് നൈറ്റ് ഡ്യൂട്ടി ഉള്ളവരുണ്ട്. അപ്പോൾ ഇതേ വണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ വണ്ടി വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ചുകൂടെ മാറി ഫ്രണ്ടിലോട്ടിരിക്കാമെന്ന്. അപ്പോൾ ഞങ്ങളെല്ലാം ദേ അവിടെ നിന്ന് മാറിയിരിക്കാൻ പോവാണ്. കുറച്ച് ഫ്രണ്ടിലോട്ട് വണ്ടി വരുന്നിടത്തോട്ടിരിക്കാമെന്ന് വിചാരിച്ചു. $5 $10 അത് കൂട്ടത്തിൽ ജനിച്ചു തരുവേ. ഇത് ഫോട്ടോ അല്ലേ, വീഡിയോ. അപ്പോൾ ദേ നമ്മുടെ ഇന്നത്തെ പാർട്ടിയൊക്കെ കഴിഞ്ഞു. ഇനി എല്ലാവരും റൂമിൽ പോകാൻ പോവാണ്. എല്ലാവരും നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഉള്ളവരെ ധൃതി പിടിക്കുന്നു. അപ്പോൾ ബൈ ഗായ്സ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വ്ലോഗുമായിട്ട് കാണാം. ഇതിപ്പോൾ ദേ ഇവിടെ ഫിലിപ്പീൻസൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ട്. ഇങ്ങനെ ചുമ്മാ വെച്ചതാണ്. ഇങ്ങനെ ലവ് ഷേപ്പ് വെക്കാൻ നോക്കിയതാണ്, ഹാർട്ട് ഷേപ്പ്. പക്ഷേ എനിക്ക് നടന്നില്ല, വൺ ഫ്ലോപ്പായിപ്പോയി. അത് കഴിഞ്ഞ് ദേ ഷമീരേട്ടൻ വന്നു, റൂമിൽ കൊണ്ട് വിട്ടു. ഇനി അന്നു ദേ നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ അവൾ പോകാൻ തുടങ്ങുന്നു. അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്